മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIഎമ്മും CPIയും പങ്കിടാൻ ധാരണ. ആദ്യ 2.5 വർഷം CPIഎമ്മിലെ BP മുരളി വൈസ് പ്രസിഡന്റ് ആകും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തിരഞ്ഞെടുപ്പ് ഇന്നാണ്. ജില്ലാ പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷമുണ്ട്. 28 ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. 13 സീറ്റുകൾ UDF വിജയിച്ചു. വളരെ നാരോ മാർജിനുള്ളൊരു വിജയമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ CPIക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ട നിർബന്ധിതമായൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് CPIക്ക് 2 വർഷക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കുവെക്കാൻ CPI നിർബന്ധിതമായത്. വൈസ് പ്രസിഡന്റായി ഒന്നാമത്തെ ടൈമിൽ ആദ്യത്തെ 2 വർഷം CPIഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ BP മുരളി ആയിരിക്കും വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുക. നാവായിക്കുളം ഡിവിഷനെ പ്രതികരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമാണ് BP മുരളി. രണ്ടാമത്തെ 2.5 വർഷമാണ് CPIക്ക് നൽകുന്നത്. CPIയുടെ 2 പേർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ ഇലകമൺ ഡിവിഷനിൽ വിജയിച്ച ആദർശ് ആയിരിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി 2ാം ടൈമിൽ വരിക. സാധാരണ CPIക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത് അപൂർവമാണ്. എന്നാൽ ഇത്തവണ 2 അംഗങ്ങളിൽ വിജയിപ്പിച്ച CPIയുടെ പിന്തുണ ഇല്ലാതെ ജില്ലാ പഞ്ചായത്ത് ഭരണം CPIഎമ്മിന് ഒറ്റയ്ക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.